അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അത് കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണും. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മീ ട്യൂബിക്ക്. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു GTA San Andreasന്റെ മൾട്ടിപ്ലെയറിൻ്റെ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ഞങ്ങൾക്കൊരു സർവർ ഉണ്ടല്ലേ ബാറ്റൺ? ഹലോ ഹലോ ഹായ്. ഓക്കെ ഗൈസ്, എൻ്റെ കൂടെ ഇന്ന് ബാറ്റണ്ണും കൂടെ ഉണ്ട് ഗൈസ്. ബാറ്റണ്ണൻ്റെ ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇതുമായിട്ടാണ്, എന്തുവാ, സർവർ ഇൻഫർമേഷൻ അല്ലേ? സർവർ ഇൻഫർമേഷൻ, സർവർ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ സർവറിൻ്റെ പേര് ലോങ് ലൈഫ് റോൾ പ്ലേ LLRP എന്ന് പറയും ഗൈസ്. അതിനകത്ത് ആദ്യം കയറണമെങ്കിൽ അതിൻ്റെ ഡിസ്കോഡ് സർവർ ഉണ്ട് ഗൈസ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, കമൻറ്റിൽ പിന്നെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഗൈസ്. ഓക്കെ, ആ സർവറിനകത്ത് അതിൻ്റെ IP ആണെന്നായിരിക്കും. ഈ IP എന്ന് വെച്ചാൽ PC പ്ലേയേഴ്സിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇത് പറയുന്നത്. ഗൈസ് IP അടിച്ചാൽ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഗൈസ്. IP അടിക്കണമെങ്കിൽ ഈ PC വെർഷനാണ് ഗൈസ് ഞാൻ പറഞ്ഞു തരുന്നത്. സർവർ ആഡ് സർവർ, ഇവിടെ IP അടിക്കണം ഗൈസ്. ഇതിപ്പോൾ കളർക്കാർ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എൻ്റർ ന്യൂ സർവർ ഹോസ്റ്റ് പോർട്ട്, അവിടെയാണ് IP കൊണ്ട് ബേസ് ചെയ്തത് ഗൈസ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കോഡ് സർവറിനകത്ത് IP കാണുന്നതായിരിക്കും അല്ലേ? ഡിസ്കോഡിൽ കയറാം. LLRPയിൽ കയറിയാൽ കയറാം. ഡിസ്കോഡിൽ IPയും കിട്ടും. പിന്നെ ബാക്കി ഇൻഫർമേഷൻസ് ആയിട്ട് ഡിസ്കോഡിലിടും. ഗീവ് അവേ, കാറ്, ലോറി, വീട്, അതൊക്കെ. ഇപ്പൊ കേറുന്ന ആൾക്കാർക്ക് എന്തോ ഗ്യാങ്ങിന് ഇല്ല, ഗ്യാങ് ഫ്രീ അല്ലേ? ഇപ്പൊ പെട്ടെന്ന് കയറുവാണ്. ഗ്യാങ് ഹൗസ് കിട്ടും. പിന്നെ വണ്ടികളും ഫ്രീ ആയിട്ട് വരും. ഗ്യാങ് എല്ലാം തരും, ഫ്രീ ആയിട്ടൊക്കെ തരും. ഇപ്പൊ മാത്രമേ ഉള്ളൂ, ലിമിറ്റഡ് ടൈം അല്ലേ? ഇപ്പൊ ലിമിറ്റഡ് ടൈം. പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നവർക്കും കുറച്ച് റിവാർഡ് കിട്ടും. അതാ, ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് കയറുന്ന ആൾക്കാർക്ക് റിവാർഡ് ഉണ്ട്. ലിമിറ്റഡ് ടൈമാണ്, പെട്ടെന്ന് കയറിയാൽ പെട്ടെന്ന് കിട്ടും. അങ്ങനെ നെയിം എന്താ കൊടുക്കും? ഞാനിപ്പം ശശി RP നെയിം അണ്ടർസ്കോർ അങ്ങനെ. RP നെയിം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ ആയിരിക്കണം ഗൈസ്. ആദ്യം നമ്മൾ ക്യാപിറ്റൽ ആയിരിക്കണം. അത് ശശി എന്നല്ലേ, ശശി എന്നല്ലേ പറയുന്നത്? പിന്നെ അണ്ടർസ്കോർ, പിന്നെ ക്യാപിറ്റല്. കണ്ട, ഇങ്ങനെ ആയിക്കാണ് അടിക്കണം ഗൈസ്. ആദ്യം ക്യാപിറ്റല്, പിന്നെ പേരടിച്ചിട്ട് അണ്ടർസ്കോർ, പിന്നെയും ക്യാപിറ്റൽ അടിച്ചിട്ട് ബാക്കി പേര്. ഇപ്പം എക്സാമ്പിൾ ശശി പിള്ള, ഫുൾ നെയിം, അത് നടുക്ക് അണ്ടർസ്കോർ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ, മനസ്സിലായല്ലേ? ഈ രീതി ചെയ്യണം. എന്നിട്ട് ഡബിൾ ക്ലിക്ക് കണക്ട് പേര് പറ്റുമെങ്കിൽ ആ പേര് അടിക്കുന്നതിന് മുമ്പ് എന്ത് പേരാണോ ഇടേണ്ടത് അത് ഡിസ്കോഡിൽ വൈറ്റ് ലിസ്റ്റ് അപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി പറയണം. അതിനകത്ത് ആ പേര് ഇടണം ഗൈസ്, ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഇന്റർഫേസ് ഇങ്ങനെ ഗൈസ്. ഇത് സാമ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴിയല്ലേ കയറേണ്ട? അപ്പൊ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. പിന്നെ പാസ്വേഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാറ്റേൺ എന്താ പറയുന്നത്? സാമ്പ് ഏതായാലും മതി, IP കിട്ടിയാൽ മതി. ഏതായാലും മതി, IP കിട്ടിയാൽ മതി. പിന്നെ രജിസ്റ്റർ ആക്കണം, പാസ്വേഡ് അടിച്ചിട്ട് രജിസ്റ്റർ ആക്കണം. പിന്നെ ഞാൻ പാസ്വേഡ് അടിക്കാൻ പറയും. രജിസ്റ്റർ ചെയ്യുമ്പം നിങ്ങൾക്കിപ്പം മെയിലാണോ ഫീമെയിൽ ആണോ ചൂസ് ചെയ്യണം ഗൈസ്. ഇപ്പം ഞാൻ മെയിൽ കൊടുക്കാം ഗൈസ്. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നാ പറ. പിന്നെ നീ വേറെ കൊടുക്കും? അല്ലല്ല, ഇത് തന്നെ കൊടുക്കും. ഓക്കെ, ഫീമെയിൽ അല്ല മെയിൽ കൊടുക്കാം. ഞാൻ മേടിച്ചിരുന്നേ. മെയിൽ ഏജ് എത്രയാന്ന് കൊടുക്കണം ഗൈസ്. ഇപ്പം ഞാൻ 99 കൊടുക്കാം. ഓക്കെ, 99. അപ്പൊ എന്നെ ഇങ്ങോട്ട് ഗൈസ് എന്നെ റെഫർ ചെയ്ത് ഇങ്ങോട്ട് ആക്കി ആരാന്ന് നോക്കണം ഗൈസ്. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത്, അപ്പം എന്റെ പേരങ്ങ് അടിച്ചാൽ മതി. അല്ല, എന്റെ പേരാണ് വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം. ഇപ്പം ഞാൻ അണ്ണന് കൊടുക്കണം ഗൈസ്. ബാറ്റണ്ണന് കൊടുത്തതാണ്ട. യു ഹാവ് ചോസൺ ബാറ്റണ്ണൻ ടു ആസ് യുവർ റെഫർ. അല്ല, എന്തിടാ പോയാ? As your referrer, they will be rewarded once you reach level 3. ഞാൻ ലെവൽ 3 ആകുമ്പം ബാറ്റണിന് റിവാർഡ് കിട്ടുമെന്നാണ് ഗൈസ് പറയുന്നത്. ഇപ്പം ഞാൻ ഇവനെടുക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ബാറ്റൺ എന്ത് ചെയ്യും? ഇവിടെ ആയിരിക്കും നിങ്ങൾ സ്പോൺ ആവുന്ന ഗൈസ്. ഓക്കെ, നേരെ പോണം. വായിച്ചേക്ക്, എല്ലാം വായിക്കണം. ഇവിടെ എഴുതിയേക്കുന്നുണ്ട് കേട്ടോ. ബൈ ഫോൺ ആൻഡ് തിങ്സ് ഫ്രം 10/11 ഗൈസ്. ഇവിടുന്ന് ഫോം വായിക്കാൻ പറ്റും ഗൈസ്.
ഇവിടെ ഫോണും GPS വാങ്ങിച്ചേക്കണം. ഫോണും മേടിക്കണം, ഫോൺ ബുക്കും GPS അല്ലേ? ഫോൺ ബുക്കും GPS വേണം. രണ്ടും വേണം. ഓക്കെ ഗൈസ്, നമ്മൾ അതിനകത്ത് വയ്യൊക്കെ കയറണം ഗൈസ്. PC പ്ലേയേഴ്സിനാണ്. അല്ല മൊബൈലിലും ടാബിന്റെ അവിടെ കാണും, അല്ല ആരോടെ അവിടെ കാണില്ലേ? മൊബൈലിന് സൈഡിൽ മൊബൈലിന് വേണ്ടിയുള്ള വീഡിയോ ബാറ്റണ്ണൻ മൊബൈലിന് വേണ്ടിയുള്ള എന്തുവാ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, മൊബൈൽ പ്ലേയേഴ്സിന് എങ്ങനെയൊക്കെയാണ് അതിലൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് ഞാൻ ബാറ്റണ്ണൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ മെൻഷനും കൂടെ അടിക്കാം ഗൈസ്, അത് ചെക്കൗട്ട് ചെയ്യാം ചാനൽ കയറി. പിന്നെ പറ്റുവാണെങ്കിൽ സബും കൂടെ അടിച്ചേക്കാം. പവർ ബാറ്റണ്ണൻ ഇപ്പോൾ എത്ര? റോഡ് ടു 100 ആയില്ലേ? റോഡ് ടു 100 ഗൈസ് ബാറ്റ്. ഗൈസ് ഞാൻ റോഡ് ടു 200 ഗൈസ്. എനിക്കും 200 ആയിട്ട് വേണം നമുക്കൊന്ന് പവർ എടുത്താൽ. ബാറ്റണ്ണനും കൂടെ പിന്നെ 100 ഗൈസ് ഒന്ന് എത്തിച്ചേക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ കയറി ഇവിടെ കയറി ടീ ഞെക്കണം ഗൈസ്. ടീ ഞെക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരും. എന്നിട്ട് /DUY ബൈ അടിക്കണം. അപ്പോൾ സംഭവം വരും. അപ്പോൾ മൊബൈൽ ബുക്ക് അല്ല മൊബൈൽ പർച്ചേസ് ചെയ്ത് ഗൈസ് പൈസ നമുക്ക് ആദ്യം കയറുമ്പോൾ തന്നെ 50,000 കിട്ടും ഗൈസ്. അത് തന്നെ ചെയ്തിട്ട് നിങ്ങൾ ഫോൺ ബുക്കും കൂടെ എടുക്കുക. പിന്നെ GPS സിസ്റ്റം അതും കൂടെ അങ്ങ് എടുക്കുക ഗൈസ്. അങ്ങനെ നമുക്ക് ട്രാക്കൊക്കെ ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ വെളിയിറങ്ങും ഗൈസ്. വൈനൊക്കെ വെളിയിറങ്ങും കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ സംഭവം ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ചെന്നിട്ട് നിങ്ങൾ /T ഞെക്കണം, എന്നിട്ട് സ്ലാഷ് ആക്കണം ഗൈസ്, എന്നാലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, പറ്റുമെങ്കിൽ അതും വായിക്കണം. പിന്നെ സ്ലാഷ് റൂൾസ് കാണും, അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്. RP റൂൾസ് ആണ് ഗൈസ്, ഇതൊക്കെ ഇത് ഗെയിമിന്റെ ഭാഗമാണ് ഗൈസ്. അത് നമ്മൾ ഇതിനകത്ത് കാണുമല്ലോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ആൾക്കാരുടെ സ്ഥലത്തോട്ട് പോകാനാണെങ്കിൽ നമ്മൾ മാളെന്ന് പറയും. മാള്, ഹോസ്പിറ്റൽ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്ലാഷ് ലൊക്കേറ്റ് അടിക്കും. ഈ ലൊക്കേറ്റ് നമ്മൾ GPS വാങ്ങിച്ചത് അതിന് വേണ്ടിയിട്ടാണ്, ലൊക്കേറ്റ് കിട്ടാൻ. ഗൈസ് നിങ്ങൾക്ക് ഈ ചാറ്റ് ഓൺ ആക്കണമെങ്കിൽ പിന്നെ പറഞ്ഞാൽ T ഞെക്കണം, പിന്നെ സ്ലാഷ്, പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ അടിക്കുക ഗൈസ്. സ്ലാഷ് റൂൾസ് അടിച്ചാൽ സർവർ റൂൾസ്, ട്രാഫിക് റൂൾസ്, സ്പീഡ് റൂൾസ് അങ്ങനെ കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇപ്പം തൽക്കാലം നമുക്ക് ക്ലോസ് ചെയ്യാം. നിങ്ങൾ വായിക്കുക ഗൈസ്. പിന്നെ /GU /G എന്ന് വെച്ചാൽ ഗ്ലോബൽ ചാറ്റ് ഗൈസ്. ഇപ്പം ഞാൻ /GD ഹലോ ഇട്ട ഗ്ലോബൽ ചാറ്റിൽ ശശിപിള്ള ഹലോ ഇട്ടിട്ടുണ്ട്. /N എന്തുവാ? /N എന്ന് വെച്ചാൽ നമ്മള് ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യല്ലോ. ഓരോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഗൈസ്. ഞാനിപ്പം ഓക്കെ ബൈക്കിൽ എങ്ങനെ ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ബൈക്കിൽ എങ്ങനെ കയറാന്ന്. അപ്പം റിപ്ലൈ വരും ബൈക്കിൽ PC ആണെങ്കിൽ F ഒക്കെ കയറാം ഗൈസ്. അത് പറഞ്ഞല്ലോ. ഇതിൽ കയറണമെങ്കിൽ F വെക്കണം ഗൈസ്. വണ്ടിയിലൊക്കെ കയറണമെങ്കിൽ F വെക്കണം. പിന്നെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കണമെങ്കിൽ G ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ GPS മേടിക്കാൻ പറഞ്ഞതിൻ്റെ ഉപകാരം നമുക്ക് മാളിൽ പോകണമെങ്കിൽ /locate അടിക്കണം. എന്നിട്ട് നിയറസ്റ്റ് ബിസിനസ് അതിനകത്ത് അമിനേഷൻ ഞെക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാം എസ്കേപ്പ് അടിക്കണം. എന്നിട്ട് മാപ്പ് അവിടെ നമുക്ക് ഇവിടെ കൊണ്ടുപോകും. ഇവിടെയാണ് ഗൈസ് മാൾ. എങ്ങനെയാണ് ഇതാണ് മാള്. അത് നിന്ന് പഠിച്ചോ അങ്ങോട്ട് പോകാൻ ഗൈസ്. മാളിൽ ഇപ്പോൾ ഈ ഭാഗത്താണ് അമിനേഷൻ ഉള്ളത് ഗൈസ്. മാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഈ മാപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ സ്ഥലമാണ് ഗൈസ് മാൾ. ഗൈസ് നിങ്ങളിപ്പോൾ എലോണായിട്ട് ഇരിക്കുക, നിങ്ങൾക്കിപ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്ന മടുപ്പ്. അപ്പം നിങ്ങൾ മാളിലോട്ട് പോകണം ഗൈസ്. മാളിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നതായിരിക്കും ഗൈസ് ഈ സമയം. അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുമ്പോ ഇവിടെ ആയിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾക്ക് വഴി അറിയത്തില്ലായിരിക്കും, അതാണ് മാളിലോട്ട് പോകാൻ പറയുന്നത്. മാലിനകത്ത് ആൾക്കാർ കാണുന്നില്ല. ഈ സൈക്കിൾ കൊടുത്തേക്കുന്നുണ്ടാ. ഇപ്പൊ സൈക്കിൾ അടിക്കാൻ കിട്ടിയത് ഞങ്ങളെ പോലെ കൊളാകത്തില്ല. സൈക്കിള് ചവിട്ടി പോയാൽ മതി ഗൈസ്, അതുകൊണ്ടാണ് സൈക്കിൾ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മളുണ്ടല്ലേ, ഇവിടെ നമ്മൾ സൈക്കിൾ കൊണ്ട് മാളിൽ പോകണം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ മാളിൽ പോയാൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് അവന്മാർ പറഞ്ഞില്ല. അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ഇൻഫർമേഷൻ, സിറ്റി ഹാളിനെ പറ്റിയുള്ള ഓരോ ജോബ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ആ വീഡിയോ കാണാൻ മറക്കല്ലേ, പിന്നെ ബാക്കി കാണണമെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് സൈക്കിൾ കിട്ടി സിറ്റി ഹാളിലേക്ക് പോകണം ഗൈസ്. അല്ലെങ്കിൽ /N ഹെൽപ്പ് അടിക്കണമല്ലേ. അഡ്മിൻസ് കാണും. അഡ്മിൻസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് അടിച്ച് ചോദിച്ചാലും മതി, നിങ്ങൾ അവിടെ വരെ കൊണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ആരും ഇല്ലെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ പറയുന്ന കണക്ക് മിനിമം കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ ജോബിൽ ഈ നിയറസ്റ്റ് ലൊക്കേഷനിൽ DME കാണും.
നമ്മളെ കാർ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതെടുക്കുവാണെങ്കിൽ കാർ ഡീലർഷിപ്പിൽ പോവുകയാണെങ്കിൽ ഒരു കാറും എടുക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോവുകയും ചെയ്യാം. ഗൈസ് പറഞ്ഞ കേട്ടല്ലോ, അത് ആ രീതിയിൽ നന്നു. നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ ഗൈസ്? ഇതിനകത്ത് ഓരോ ജോബും ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ സർക്കാർ ജോലി കണക്കത്തുള്ളത്, സർക്കാർ ജോലി കണക്കത്തെയാ ഗൈസ്. മീൻസ് നിങ്ങൾക്കിപ്പം ന്യൂസ് റിപ്പോർട്ടർ ആവാം, പോലീസ് ആവാം, പട്ടാളമാകാം, TRT ടെററിസ്റ്റ് അതും ആവാം ഗൈസ്, അല്ലേ? മെക്കാനിക് സ്ലാഷ് ഫാഷൻസ് നോക്കിയാൽ മതി. അങ്ങനെ കുറേ ജോലികളുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ പോവാണ് ഗൈസ്. ഓക്കെ, സ്ലാഷ് ഫാഷൻസ് നോക്ക്. ആർമി ടെററിസ്റ്റ് വേണ്ട, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, EMS എന്ന് വെച്ചാൽ മറ്റേ ആംബുലൻസ്, മറ്റേ ഡോക്ടർമാർ, ഗ്യാങ് ഉണ്ട് പിന്നെ ഗ്യാങ് ക്രിയേറ്റ് ആക്കുവാണെങ്കിൽ ഗ്യാങ് അടിക്കുമ്പോൾ നിങ്ങളെ ഗ്യാങ്ങിൽ ഇതാണ് അങ്ങനെ കാണിക്കും. പിന്നെ പോയിന്റ് കുറേ ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഇടാം. നൈസാണ് ഗ്യാങ്ങിൻ്റെ കാര്യത്തിൽ. ഗ്യാങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നൈസാണ്. നമ്മളെ കുറേ വാറും പോയിന്റൊക്കെ ഉണ്ട്, പിടിച്ചെടുക്കാം. ആർമി ടെററിസ്റ്റ്, മെക്കാനിക്, ഗവൺമെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഈ ഫാക്ഷൻസ് ആയിട്ട് കയറുന്ന ആൾക്കാർക്ക് ഗ്യാങ് ഉണ്ട് ഗൈസ്. അത് ലിമിറ്റഡ് ടൈം ആയിരിക്കും. ഇപ്പം കയറിയാൽ പിന്നെ പയ്യാണെങ്കിൽ പയ്യെ കയറിയാൽ കിട്ടാനുള്ള ചാൻസ് അത്രയും കുറയും. പെട്ടെന്ന് കയറിയാൽ പെട്ടെന്ന് ചിലപ്പോൾ ചാൻസ് പോകാൻ തന്നതായിരുന്നു. ഇനി എടുത്ത് വേണ്ട നമ്മുടെ ഇത് കഴിഞ്ഞ് താണ്ട ഗൈസ്. ഇതാ EMSന്റെ സ്ഥലം. ഓക്കെ, വാള് കണ്ട അത് മാള്, കണ്ട മാളതാണ്. ഇവിടെയൊക്കെ ചിലപ്പോൾ ആൾക്കാർ എന്തായാലും കാണും. ഇവിടെയൊക്കെ ആൾക്കാർ ആൾക്കാർ ഹോസ്പിറ്റലിൽ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ടല്ലേ. പിന്നെ ഗ്യാങ് ഒക്കെ ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ഓരോരോ ഇതൊക്കെ ഉണ്ട്, ഓരോ ആക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാമേ. വണ്ടിയുടെ മണ്ടേ കയറണം തന്നെയില്ലേ. ഇപ്പം ഞാൻ കാണാൻ ലുക്കിന് വേണ്ടി വണ്ടിയുടെ മണ്ടേ കയറി സിറ്റ് അടിക്കുമ്പോൾ ഓരോ 1 തൊട്ട് 5 വരെ ഉണ്ട് സിറ്റ്. അപ്പം സിറ്റ് ഒന്നടിച്ചാൽ ഒന്നിങ്ങി വണ്ടി വിട്ടേ. തേഞ്ഞ് വർക്കായില്ല. ഒന്നുകൂടെ ചെയ്യും വെയിറ്റ് അത്ര സ്പീഡിൽ ഉണ്ട്. സിറ്റ് 2 അടിക്കല്ലേ. സിറ്റ് ശരി മനസ്സിലാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇത് പയ്യെ പോണേ. കണ്ട വണ്ടി കയറി വേണ്ട വെറുതെ റിസ്ക് എടുക്കണ്ട ഗൈസ്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഡാൻസ് വരെ ഉണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഡാൻസിന്റെ ഇമോട്ട് വരെ ഉണ്ടല്ലേ, ഡാൻസിന്റെ അനിമേഷൻ. വെറും ഡാൻസ് അടിക്കുമ്പോൾ 1 തൊട്ട് 14 വരെ ഉണ്ടെന്ന് കാണിക്കും അല്ലേ ഗൈസ്. ഇപ്പം നല്ല സിറ്റികളും ഉണ്ടല്ലോ, സിറ്റികളും ആ ഭാഗത്തല്ലേ അപ്പുറത്ത്. ഇത് കണ്ട ഇതൊക്കെ ഓരോ കടകളാക്കി മാറ്റില്ലേ. ഇവിടെയൊക്കെ കടകളാണ്. സിറ്റിയാള് ഇവിടെ അല്ല, സിറ്റിയാള് ഇത് പേടിയാണ് പോലീസ് സ്റ്റേഷൻ. ഇന്റീരിയർ കാണിക്കുന്നില്ല, ഇന്റീരിയർ അടുത്ത വേറെ വീഡിയോ. ഇവിടെ ഇതാണ് സിറ്റിയാണ്. ഇവിടെയൊക്കെ വന്ന പേര് മാറ്റാൻ പറ്റും നമുക്ക്. ലെവലും കൂട്ടാൻ പറ്റും. ടാബ് ഒക്കെ നമുക്ക് ഇതിനകത്ത് എത്ര പേരുണ്ട്, ഐഡി എത്രയാന്നൊക്കെ നോക്കാൻ പറ്റും ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ എന്ത് ഗാരേജ് അല്ല മെക്കാനിക്. ഇവിടെ നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റും, കളർ മാറ്റാൻ പറ്റും, ഓരോ കാര്യങ്ങളും ഗൈസ്. ഇപ്പം ഞാൻ മെക്കാനിക്കിൻ്റെ ചീഫായിട്ട് ഗൈസ്. ഇതിനകത്ത് കയറുന്ന ആൾക്കാർ ഓരോ ഫാക്ഷൻസ് കൊടുക്കല്ലേ നമുക്ക് പറഞ്ഞ പോലെ ഗൈസ്. നമ്മൾ സ്ലാഷ് ബാഡ്ജ് അടിക്കുമ്പോൾ നമ്മൾ ബാഡ്ജ് ഓൺ ആക്കി ഡ്യൂട്ടി ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്യണം, എന്നെയൊക്കെ വണ്ടി ഓഫ് ചെയ്യണം ഗൈസ്. ഓക്കെ, വണ്ടി ഓൺ ആക്കുന്നത് എന്നെ തന്നെ. സ്ലാഷ് REPAIR അടിച്ച വണ്ടി റിപ്പയർ ആയി. വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും പിന്നെ ഓക്കെ. ഒരു സെക്കൻഡും കൂടെ ഗൈസ്. ഇതിനകത്ത് 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം ഗൈസ് റിപ്പയർ അടിച്ച് ഗൈസ്. ഇതിനകത്ത് കുറെ മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഗൈസ് അല്ലേ. നമ്മൾ ഓരോ നോക്കണം. ഫുഡ് മോഡിഫൈ ചെയ്യാം. വണ്ടി ഭ്രാന്തന്മാർക്ക്
അടിപൊളിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫാക്ഷനാണ് മെക്കാനിക്ക്. യാ ചുമ്മാ കയറി മോഡിഫൈ ചെയ്യാം. മോഡിഫിക്കേഷൻ ഫ്രണ്ട് ബമ്പർ നമ്മൾ ബാക്ക് ബമ്പർ ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ റിവാർഡുണ്ട്, പിന്നെ ഗ്യാങ്ങിന് റിവാർഡുണ്ട്, പിന്നെ ഓരോരുത്തരുണ്ട്. മറ്റേ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മളിപ്പോ ഈ സാധനങ്ങളായിരുന്നു സ്പോയിലർ ഇത് കൊടുക്കാം, എല്ലാ മണ്ടേ സാധനങ്ങളൊക്കെ കൊടുക്കാം ഇല്ലേ നമുക്ക് ഗൈസ്. നമുക്ക് എല്ലാം മോഡിഫൈ ആയിട്ട് കാണാം. ആ കൊണ്ടുവന്ന ആ വണ്ടി നമ്മൾ ഈ കവലത്തിലാക്കി. ആ കൊണ്ടുവന്ന വണ്ടിയുടെ പേരെന്താ? സുൽത്താൻ. ഓക്കെ ഗൈസ്, ആ സുൽത്താൻ എന്ന് പറയുന്ന വണ്ടി നമ്മൾ ഈ കോളത്തിലാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മോഡിഫൈഡ് ഇങ്ങനെ ആക്കി ഗൈസ്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഗെയിമിൽ ഇല്ലാത്ത കാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേറെ ആർക്കും കാണരുത്, പക്ഷെ നിങ്ങൾക്ക് മാത്രം വാങ്ങാം. അത് പൈസ കൊടുത്ത് വാങ്ങാം. അതിട്ട് കയറുന്നവർക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. അതുകൊണ്ട് കയറിയാൽ നിങ്ങളുടെ കയ്യിലിരിക്കും കാറ്, ബാക്കിയുള്ളവരൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന രീതിയിലായിരിക്കും. അത് നൈസായിരിക്കും. ആ വണ്ടിക്കാരന്മാർക്കൊക്കെ കയറാം. നമുക്ക് നിയോ വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റില്ലേ? ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കാം. ഫ്ലാഷ് നിയോ. ഓക്കെ, അത് ഇടയ്ക്ക് വരുന്ന ബഗ്ഗ ഗൈസ്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആ നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ വന്നോ? ആ വന്നു. അതിന്റെ നെറ്റ് പ്രോബ്ലം ഗൈസ്, അത് എന്റെ നെറ്റ് പ്രോബ്ലം കൊണ്ടാണ് ഗൈസ് വരായിരുന്നത്. ഓക്കെ, അത് ഓടിക്കുമ്പോ ഒരു സംഭവം കൂടെ ഓൺ ആക്കണം അതിന്റെ. മെയിൻ ഇമ്പോർട്ടന്റ് ഒരു കാര്യം കൂടെ പറയാം. ഈ റിവാർഡൊക്കെ കിട്ടി. ആ ഗൈസ്, ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ഈ സർവറിൽ കയറുന്ന ആൾക്കാർക്ക് റിവാർഡ് ഉണ്ട് ഗൈസ്. അത് കുറച്ച് ദിവസത്തെ കാണത്തേ ഉള്ളൂ, അത് ലിമിറ്റഡ് ടൈമാണ് ഗൈസ്. പയ്യെ കയറിയ സാധനം നഷ്ടപ്പെടും ഗൈസ്. പെട്ടെന്ന് ഈ സർവറിൽ കയറിയ ഗൈസ്. ഈ സർവറിൽ കയറണമെങ്കിൽ ഡിസ്കോഡ് കയറണം. ഡിസ്കോഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. ആ ഡിസ്കോഡിൽ കയറിയിട്ട് വൈറ്റ് ലിസ്റ്റിനകത്ത് പോയി പേരടിക്കണം ഇല്ലേ? വൈറ്റ് ലിസ്റ്റിനകത്ത് പോയി പേരടിക്കണം ഗൈസ്. എന്നിട്ടാണ് ബാക്കി സംഭവങ്ങൾ. പേരടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ആ പേരടിക്കണം, പിന്നെ പാസ്വേഡ് അടിക്കണം, രജിസ്റ്റർ ചെയ്യണം. ആദ്യം കാണിച്ചല്ലോ ഗൈസ്. ഇടക്കിടക്ക് ഒരുപാട് ഇടും ഗൈസ്. താണ്ട ഈ സാധനം കാണിക്കണം. താണ്ട പിന്നെ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഗൈസ്. താണ്ട നമുക്ക് പൈസ കിട്ടി, 1 ലക്ഷം രൂപ കിട്ടി ഗൈസ്. കണ്ടോ? അങ്ങനെ ഓരോരോ ഇത് കിട്ടും ഗൈസ്, റിവാർഡ് ഇങ്ങനെ. ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഉള്ളില്ലേ അത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പം ഗൈസ് ഞാൻ പാറ്റേണിൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഡിസ്കോഡ് ചാനലിൽ കയറാൻ മറക്കല്ല് ഗൈസ്. കയറിയാലേ ഇത് കളിക്കാൻ പറ്റൂ. ഇതിൻ്റെ ഡിസ്കോഡ് സെർവർ ഉണ്ട് ഗൈസ്, അത് കയറാൻ മറക്കല്ല്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ, അതിൻ്റെ ഡിസ്കോഡ് സെർവർ ഉണ്ട്. പിന്നെ പാറ്റേണിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. പാറ്റേണിൻ്റെ റോഡ് ടു 100 ആണ് ഗൈസ്. എനിക്ക് റോഡ് ടു 200. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ് അടിക്കുക, പവർ എടുക്കുക ഗൈസ്. ഓക്കെ.